ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ് സുഹൃത്തുക്കളെ. കുറേ നാളായി വെയിറ്റ് ചെയ്തിരുന്ന ഫൈനലി ഒരു ട്രിപ്പ്. സത്യം പറഞ്ഞാൽ എൻ്റെ പുള്ളിക്കാരൻ പോയി നാട്ടിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നീട് 10 മാസം 15 ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അളിയന്മാരായിട്ട് അങ്ങനെ കമ്പനി ആവാനും മിങ്കിളാവാനും ഒരു അവസരം ഉണ്ടായിട്ടില്ല പരസ്പരം അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പോട് കൂടി അതങ്ങോട്ട് നമ്മളിങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. പോണ വഴിക്ക് ആര്യാസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും വണ്ടിയിൽ ഫുൾ പവറാണ്. സത്യം പറഞ്ഞാൽ കുറേ ക്ലിപ്പൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എൻജോയ് ചെയ്യാമായിരുന്നു ഈച്ച് ആൻഡ് എവറി തിങ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ കൊണ്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൺസ് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിൽ കയറ്റുന്നു. ഇൻ ഫ്യൂച്ചർ നമ്മളത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമായിരിക്കും, മെമ്മറീസ് ആയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എത്തിയത് പൈൻ ഫോറസ്റ്റിലാട്ടോ. നമ്മൾ പോകുന്നത് വാഗമണിലാണ്. അപ്പോൾ വാഗമണിൽ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ ചെന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒന്നാമത് സീസണും കൂടിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല രീതിക്കുള്ള തിരക്കാണ്. പിന്നെ എനിക്കൊരു അപ്ഡേഷൻ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി പൈൻ ഫോറസ്റ്റിൽ പോയത് 2019. ഇപ്പോൾ ഇത്രയും വർഷത്തിനൊടുവിൽ പല മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമുക്കവിടെ ടോയ്ലറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, പിന്നെ കൈവരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ കയറിയപ്പോഴത്തേക്കും ആ കയറ്റം കയറി വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ടയർഡായിരുന്നു. അപ്പോൾ നാരങ്ങളൊക്കെ കുടിച്ചു. പിന്നെ വന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ കിട്ടിയവൻ്റെ ഒരടിപൊളി കണ്ണട കാണാണ്ടായി. അതെങ്ങനെ പോയി യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ തിരിച്ചത് വീണ്ടും തപ്പി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഈ മൂന്നാറും വാഗമണ്ണൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റംസാണ് ഈ അവിടുത്തെ ചോക്ലേറ്റ്. ഈ പ്രാവശ്യം ഞാൻ മേടിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ ആകെപ്പാടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും മാത്രമേ മേടിച്ചുള്ളൂ. ഒരു മസാല ടീയും പിന്നെ ഒരു നോർമൽ കോഫി പൗഡറും. ഒടുക്കത്തെ വെയിലുമായിരുന്നു, അതാണ് സംഭവം. വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചൂട് തോന്നുന്നില്ല. ബട്ട് ചെറിയൊരു തണുപ്പുണ്ട്. ബട്ട് എന്താ പറയുക, നല്ല രീതിക്ക് വെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി വീണ്ടും വണ്ടിയിൽ കയറി ഫുൾ പവർ. അപ്പോൾ നമ്മളുടെ റൂം സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലോട്ടാണ് പോയത്. നമ്മളൊരു പ്രൈവറ്റ് റിസോർട്ടാണ്. നമ്മളൊരു 10 പേരുണ്ടായിരുന്നു, പ്ലസ് 2 കിഡൂസ്. യെസ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് എടുത്തൊരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റേൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ക്യാമറയും തൂക്കി പിടിച്ച് വരുമ്പോഴത്തേക്കും പറയും, ഇത് ഇവളുടെ വ്ളോഗിൽ വരാനുള്ളതാണ്. സത്യം പറഞ്ഞാൽ ചിലതൊക്കെ മിസ്സായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാഗമൺ പാരഡൈസിലാണ് വന്നേക്കുന്നത്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. അടിപൊളി ഹോട്ടലാണ് കേട്ടോ, നല്ല സെറ്റപ്പാണ്. നമുക്ക് നല്ല രീതിക്കുള്ള പ്രൈവസി ഉണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ വീഡിയോസൊക്കെ പല ആംഗിളിൽ നിന്നും പല രീതിയിലൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് അതുപോലെ നടക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, ഒരു കൈവഴക്കം ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വോയിസ് ഓവർ പല ഡിസ്റ്റർബൻസും സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റിയിരിക്കും. ബട്ട് പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പൂളാണ്. പിന്നെ ഈ ഒരു ഹോൾ ഏരിയ ആണ് വരുന്നത്. ഡൈനിങ് ടേബിൾ ഉണ്ട്, 4 ചെയർ, നല്ല അടിപൊളി. പിന്നെ 2 റൂമാണുള്ളത് കേട്ടോ. ഇവിടെ ഈ റൂം ഈ ചെറുക്കന് AC ഓണാക്കാൻ വേണ്ടി കളിക്കണ കേട്ടോ. ഈ ഒരു റൂം വരും. ഒരു നല്ല ബാൽക്കണി ഉണ്ട് ഈ ഒരു പോർഷനിൽ. നല്ല കിടലൻ വ്യൂ ആണ്. ഇത് ബെസ്റ്റ് തിങ് ഈസ്, നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴും എല്ലായിടത്തും നല്ല വ്യൂ ആണ്. ഇത് നമ്മളുടെ സെക്കൻഡ് റൂം. സോ ഈ ഒരു റൂമിൽ ബാൽക്കണി ഇല്ല. ഒരു കുഞ്ഞാവ് കിടന്നുറങ്ങിയിട്ട്, അവൾ വണ്ടിയിൽ നിന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. AC ഉണ്ടല്ല, ബോത്ത് റൂംസ് ആർ AC. പിന്നെ നമുക്ക് വാഷ് ഏരിയ വരും. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ തിങ് ആണ് പൂളിലോട്ട് അങ്ങോട്ട് ചാടുക. ഒരു 3-4 മണിക്കൂർ പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും പിള്ളേരടക്കം വരും. നമ്മൾ മെയിനായിട്ട് പ്രൈവറ്റ് പൂൾ എടുക്കുന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. അങ്ങനെ പൂളിലൊക്കെ ചാടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊട്ടക്കുന്നിലോട്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയായിരുന്നു മൊട്ടക്കുന്നിലോട്ട് പോകാനായിട്ട്. പക്ഷേ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ
ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഇനി കിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ്. സീരിയസ്ലി എൻ്റെ ലൈഫിൽ ഞാൻ വാഗമണ്ണ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അടിപൊളി ബെസ്റ്റ് ക്ലൈമറ്റ് എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കെട്ടിയവനെ ചീത്തയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് എന്ത് കാര്യം ഇരിക്കണം മുട്ടക്കുന്നില്ല കുന്നൊക്കെ കയറി പോകാനായിട്ട്, നമുക്ക് റൂമിൽ തന്നെ ഇരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദിസ് വാസ് സംതിങ് വണ്ടർഫുൾ. വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. അപ്പം അടിപൊളിയായിരുന്നു ഈ ഒരു വ്യൂ. അപ്പോൾ അതെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അവളുടെ ഒരു തൊപ്പി ഇട്ടൊരു തൊപ്പിയില്ലാഞ്ഞിട്ട് ടവൽ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വർത്താവില്ലായിരുന്നു, വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ മിസ് ചെയ്തേനെ എന്നൊക്കെയുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈവൻ പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ നേച്ചറൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തില്ല, ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ പുള്ളിക്കാരനും. അപ്പോൾ അവൻ പറയാതെ 1 മല 2 മല 3 മല 4 മല ബാക്കിയുള്ള മലകളൊക്കെ കോടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മൊട്ടക്കുന്നിൽ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിഗംഭീരമായിട്ടുള്ള മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ പിള്ളേരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ആ മൊട്ടക്കുന്നിൽ നിന്ന് മഴ നനഞ്ഞുകൊണ്ടേനെ. ഇത് 2 പിള്ളേരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടി റിട്ടേൺ അടിച്ചത്. ഈ ഒരു വീഡിയോസിലൊക്കെ പറയുമ്പോഴത്തേക്കും മഴ ചാറി തുടങ്ങി. പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ചു മഴ അങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഈ മഴയൊന്നും പെയ്യത്തില്ല, അത് പോയിക്കോളുന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി. അമ്മാതിരി മഴ. സത്യം പറഞ്ഞാൽ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു സീൻ എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് മഴ കിട്ടാതെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ മഴയൊക്കെ മാറി ഞങ്ങൾ വീണ്ടും റൂമിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അതിഗംഭീരമായിട്ട് നടന്നു. അങ്ങനെ പിറ്റേ ദിവസം ഫൈനലി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രിപ്പ് അങ്ങോട്ട് അവസാനിപ്പിച്ചു.